ഗുഡ് മോർണിംഗ്. നമ്മുടെ അടുത്ത ക്ലാസ് തുടങ്ങാം അല്ലേ? അപ്പോൾ ഇത് വളരെ ഉപകാരമുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കൊക്കെ വളരെ അത്യാവശ്യവും ഉപകാരമുള്ള ക്ലാസ്സാണ്. എല്ലാവരും നല്ല ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണം. പിന്നെ നിങ്ങളെ കമൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിച്ച് തരണം കേട്ടോ. ഓക്കെ, ദെൻ ലെറ്റ് us സ്റ്റാർട്ട് അവർ ക്ലാസ്. I play the violin just for my own entertainment. I play the violin just for my own entertainment. ഞാൻ വയലിൻ വായിക്കുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. നാളെ അർത്ഥമാണ് കേട്ടോ. I tried to give him some advice, but he didn't listen. I tried to give him some advice, but he didn't listen. ഞാൻ അവനെ ഉപദേശിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവൻ എന്ത് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. Their home was damaged in the attack. Their home was damaged in the attack. അക്രമത്തിൽ അവരുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് അതിൻ്റെ ആശയം. All the roads are covered with water. All the roads are covered with water. റോഡുകളെല്ലാം വെള്ളത്താൽ മൂടിയിരിക്കും. When he heard about my idea, he laughed loudly. When he heard about my idea, he laughed loudly. എൻ്റെ ആശയത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു, ഉറക്കെ ചിരിച്ചു. അജാതി ആശയാവൂല്ലേ, ചില ആശയങ്ങൾ കേട്ടാൽ നമുക്ക് ചിരി വരും, അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ്, there is a railway track passing near my home. There is a railway track passing near my home. എൻ്റെ വീടിനടുത്തുകൂടെ ഒരു റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നുണ്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. Can you help me to lift this box? Can you help me to lift this box? ഈ ബോക്സ് ഒന്ന് പൊക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്നുള്ള ഒരു ചെറിയ ആശയമാണ് കേട്ടോ. Are any of your grandparents living? Are any of your grandparents living? നിങ്ങളുടെ മുത്തച്ഛന്മാർ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഇതും ഒരു ഷോർട്ട് ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ഹിസ് ഡോട്ടർ ഹെൽപ്ഡ് ഹിം ടു ക്യാരി ദ ടേബിൾ. ഹിസ് ഡോട്ടർ ഹെൽപ്ഡ് ഹിം ടു ക്യാരി ദ ടേബിൾ. അദ്ദേഹത്തിൻ്റെ മകൾ മേശ ചുമക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ള അർത്ഥം. ഓക്കെ, വി ഹാവ് ഇൻവൈറ്റഡ് അവർ ഫ്രണ്ട്സ് ഫോർ ഡിന്നർ. വി ഹാവ് ഇൻവൈറ്റഡ് അവർ ഫ്രണ്ട്സ് ഫോർ ഡിന്നർ. ഞങ്ങൾ ഡിന്നറിന് ഞങ്ങളുടെ സുഹൃത്തുക്കളെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള ആശയം. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഹാവിങ് ഫുഡ്. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഹാവിങ് ഫുഡ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി എന്ത് ചെയ്യണം, കൈകൾ കഴുകുക. The statement mentioned above is not correct. The statement mentioned above is not correct. മുകളിൽ സൂചിപ്പിച്ച സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന എന്തല്ല, ശരിയല്ല എന്നുള്ള ആശയം. ഓക്കെ, ഇനി 2-3 വാചകങ്ങൾ കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. It is very difficult to carry out your plans. It is very difficult to carry out your plans. നിങ്ങളുടെ പ്ലാനുകളൊക്കെ നടപ്പാക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്യാരി ഔട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റ് എന്നുള്ള അർത്ഥമാണ്, നടപ്പാക്കുക എന്നുള്ള ആശയം. മോട്ടീവ് ഓഫ് ദ ക്രൈം ഈസ് സ്റ്റിൽ അൺക്ലിയർ എന്നാണ്. മോട്ടീവ് ഓഫ് ദ ക്രൈം സ്റ്റിൽ അൺക്ലിയർ എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യത്തിൻ്റെ ലക്ഷ്യം ഇപ്പോഴും അവ്യക്തമാണെന്നുള്ള അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് യുവർ ബിസിനസ് ടു ഇൻ്റർഫിയർ ഇൻ മൈ പേഴ്സണൽ അഫയേഴ്സ്. ഇറ്റ് ഈസ് നോട്ട് യുവർ ബിസിനസ് ടു ഇൻ്റർഫിയർ ഇൻ മൈ പേഴ്സണൽ അഫയേഴ്സ്. എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടുക എന്നുള്ളത് നിങ്ങളുടെ കാര്യമല്ല എന്നുള്ള ആശയമാണ് കേട്ടോ. വി വാച്ച്ഡ് ഹെൽപ്ലെസ്ലി അവർ ഹൗസ് ബേണിംഗ്. വി വാച്ച്ഡ് ഹെൽപ്ലെസ്ലി അവർ ഹൗസ് ബേണിംഗ്. നിങ്ങളുടെ വീട് കത്തുന്നത് ഞങ്ങൾ നിസ്സഹായതയോടു കൂടി നോക്കി നിന്നു എന്നുള്ള അർത്ഥം. There is a large building in front of my office. There is a large building in front of my office. എൻ്റെ ഓഫീസിന് മുന്നിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. അടുത്ത
ക്ലാസ്സുമായി ഉടനെ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഓക്കെ.